നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. ചങ്ങരംകുളം കല്ലൂർ മയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. സുഹൃത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ചങ്ങരംകുളം കാഞ്ഞൂർ സ്വദേശി കിഴക്കൂട്ടുവളപ്പിൽ സമ്മദിന്റെ മകൻ 24 വയസ്സുള്ള റമീസാണ് മരിച്ചത്. കൂടെ സഞ്ചരിച്ച ഐനിച്ചോട് സ്വദേശി ബക്കറിന്റെ മകൻ അൻഷാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെ കല്ലൂർമ തരിയത്ത് ജുമാ മസ്ജിദിന് സമീപത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റമീസിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്ക് ഗുരുതരമായതിനാൽ അൻഷാദിനെ പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചങ്ങരംകുളം സൺറൈസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ചിറനെല്ലൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിന് സമീപം ടാങ്കർ ലോറിയും ഗുഡ്സ് പിക്കപ്പും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. പിക്കപ്പ് ഡ്രൈവർ ചാലക്കുടി മോതിരക്കണ്ണി സ്വദേശി ഇരിങ്ങാൻപിള്ളി വീട്ടിൽ ശേഖരൻ മകൻ 30 വയസ്സുള്ള വിഷ്ണുവിനാണ് പരിക്കേറ്റത്. കേച്ചേരി ആക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം നഗരസഭ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുമായി സഹകരിച്ച് പ്രാദേശിക തൊഴിൽ മേള കൈകോർക്കാം സംഘടിപ്പിച്ചു. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ ബിജു സി ബേബി, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ശശികല അനിരുദ്ധൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിനു, NULM പ്രതിനിധി രഞ്ജിത്ത് അലക്സ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പരിധിയിലെ അഭ്യസ്തവിദ്യരും അല്ലാത്തവർക്കുമായി തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. 30-ൽ പരം സ്ഥാപനങ്ങളിൽ നിന്നായി 200-ലധികം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയത്. ബാങ്കിംഗ്, IT, ടെക്നിക്കൽ, അക്കൗണ്ടിംഗ്, റിസപ്ഷനിസ്റ്റ്, ടെലികോളർ, മാർക്കറ്റിംഗ്, ടൈലറിംഗ്, ക്ലീനിംഗ് തുടങ്ങിയ മേഖലകളെ ഉൾപ്പെടുത്തിയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. പ്രമുഖ കമ്പനികൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ തൊഴിൽമേളയിൽ പങ്കെടുത്തു. അപേക്ഷ പരിഗണിച്ചും ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലുമാണ് തൊഴിൽ സ്ഥാപനങ്ങൾ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തത്. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയുടെ കീഴിലുള്ള പരുമല തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ വെള്ളിത്തിരുത്തി മാർ ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സക്കറിയ കൊളന്നൂർ, ഇടവക കൈസ്ഥാനി CS തോമസ്, ഇടവക സെക്രട്ടറി ഗ്രേസി ജോയ്, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. 20-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരവും തുടർന്ന് അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണവും ആശീർവാദവും നേർച്ചയും ഉണ്ടായി. 21-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ധൂപപ്രാർത്ഥനയും ആശീർവാദവും പൊതുസദ്യയും ഉണ്ടായി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാഘോഷം ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ PV രാമൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ രാധ, സംസ്കൃതം കൗൺസിൽ സെക്രട്ടറി PS സുജ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ ജില്ലയിലെ എല്ലാ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് 7 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ചാലിശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് ശതാഭിഷിക്തനായ PC ഗംഗാധരനെ ജന്മനാട് ആദരിച്ചു. 4 നൂറ്റാണ്ടുകാലം ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, DCC അംഗം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ്, ചാലിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം തുടങ്ങി വിവിധ മേഖലകളിൽ നിറസാന്നിധ്യമാണ് PC ഗംഗാധരൻ. മെയിൻ റോഡ് സെന്ററിൽ നടന്ന ആദര ചടങ്ങ് മുൻ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു മനോഹരമായ സംഗമം ഇവിടെ ഒരുക്കിയതിന് പ്രിയപ്പെട്ട ബാലേന്ദ്രൻ മാഷെ കൂടി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഗംഗാരേട്ടനോടൊപ്പം എത്രയോ കാലം ഒരുമിച്ച് കോൺഗ്രസ് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. പിണങ്ങിയും ഒരുപാട് കാലം അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന ആളുകളാണ്. ഗ്രാമത്തിൽ 2 അക്ഷരത്തിൽ അറിയപ്പെടുന്ന PC ഗംഗാധരനെയും വിശിഷ്ടാതിഥികളെയും പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ സംഘടനകളും രാഷ്ട്രീയ പ്രമുഖരും ഷാളും ഉപഹാരവും നൽകി ആദരിച്ചു.
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, തൃശൂർ ജില്ലാ മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, ലീഗ് നേതാക്കൾ, BJP നേതാവ് KC കുഞ്ഞൻ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് മർദ്ദനങ്ങളെ ന്യായീകരിച്ചും പിന്തുണച്ചും തുടരുന്ന ജനവിരുദ്ധ ഇടതു സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര ചുമതല ഒഴിയണമെന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച പെരുമ്പിലാവിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് 4:30 നടക്കുന്ന സംഗമം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമ G. പിഷാരടി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിക്കും. ജില്ലാ മണ്ഡലം നേതാക്കൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ MA കമറുദ്ദീൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കടവല്ലൂർ കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയം അഗതി മന്ദിരം സന്ദർശിച്ചു. KCCF റിലീഫ് മിഷൻ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹാലയം സന്ദർശിച്ചത്. അഗതി മന്ദിരത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി റിലീഫ് മിഷന്റെ ധനസഹായം കൺവീനർ ജോസ് വൈദ്യർ, ഡയറക്ടർ ആന്റണിക്ക് നൽകി. പ്രസിഡന്റ് സിജു ചുമാർ, സെക്രട്ടറി റെന്നി ചെറുവത്തൂർ, ട്രഷറർ ബിജു താരുകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചരമം. ഗുരുവായൂർ തമ്പുരാൻപടി അതിരിങ്ങൽ പ്രകാശൻ ഭാര്യ ബിന്ദു നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതരായ വെപ്പിൻ മാധവൻ നാരായണി ദമ്പതികളുടെ മകനാണ്. പാർവതി മകളാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.